ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. നമസ്കാരം സാറേ, നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു BJP കൗൺസിലർ കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. സത്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടുള്ള കേസുകളിലാണ് പ്രതിയായിരിക്കുന്നത്. സ്വാഭാവികമാണ്, രാഷ്ട്രീയക്കാരാണ്. അങ്ങനെ ഒരാളിനെതിരെ കാപ്പ ചുമത്താൻ കഴിയുമോ? അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ കാപ്പ ചുമത്തപ്പെട്ട ആ കൗൺസിലർക്ക് നിയമത്തിൻ്റെ വഴിയിൽ കൂടെ തന്നെ സഞ്ചരിച്ച് രക്ഷപ്പെടാൻ, ഈ കാപ്പ കേസിൽ നിന്ന് മുക്തനാകാൻ, വിടുതൽ നേടാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? എന്താണ് അങ്ങ് ഈ നിയമവശങ്ങൾ ധാരാളമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ അങ്ങയോട് ഈ ചോദ്യം ചോദിക്കുന്നത്. നാം ആലോചിക്കേണ്ടത് കാപ്പ സുഹൃത്തിനെതിരെ ചാർത്താം. കാരണം പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ അടിയിലുള്ള കേരള സർക്കാർ ഉണ്ടാക്കിയ നിയമമാണ് കാപ്പ. അപ്പോൾ കേരള സർക്കാർ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്ന അതിൻ്റെ അടിയിൽ ഈ കാപ്പ അതിന്റെ ചുവട് പിടിച്ചുണ്ടാക്കിയെടുത്ത നിയമം. പക്ഷേ ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷന് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 22 സുപ്രീം കോടതിയുടെ അനവധി വിധികൾക്കും ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാപ്പയിൽ എഴുതി വച്ചിരിക്കുന്നത്. അത് ശരി. അപ്പോൾ എന്താ രൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇന്ത്യൻ പൗരൻ്റെ ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം, വ്യക്തി സ്വാതന്ത്ര്യം. അപ്പോൾ ഈ കാപ്പയിൽ എന്താ സംഭവിക്കുന്നത്? ഒരുത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നു, ട്രയലും ക്വയലും ഒന്നുമില്ല, ഒരു പ്രത്യേക ഒരു സ്പെസിഫിക് കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൊണ്ട് അവിടെ ഇട്ട് കിടയെന്ന് പറയും. അപ്പോൾ ആർട്ടിക്കിൾ 21 ഘടകവിരുദ്ധമായ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. അതെങ്ങനെ ഉണ്ടാക്കി? ഭരണഘടനാ ശില്പിയൊക്കെ അത്ര ബുദ്ധിയില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഈ ചർച്ച വന്നിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ. അപ്പോൾ പറഞ്ഞു ആർട്ടിക്കിൾ 21 ശരിയാണ്, ഒരു പൗരൻ്റെ പേഴ്സണൽ ലിബർട്ടി. പക്ഷേ അവനെ കൊണ്ട് രാജ്യസുരക്ഷ ഭീഷണിയിലാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ സാമാന്യ ജീവിതം ഭീഷണിയിലാണ്. വെല്ലുവിളിയാണ്. ഒരു എന്താ പറയുക, വർഗീയ ലഹള, അപ്പം അതിനൊക്കെ അവൻ കാരണമായേക്കാം എന്നൊരു ബോധ്യം വരുമ്പോൾ അവനെ പിടിച്ച് വേണമെങ്കിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ നടത്താം. അതിനാണ് ആർട്ടിക്കിൾ 22. എല്ലാ വഴിയെ പോകണം, എല്ലാവരെയും പിടിച്ചിട്ട് അവനെതിരെ 10 ക്രിമിനൽ കേസ് ഉണ്ടെന്നും പറഞ്ഞ് ഇടാനുള്ളൊരു സംവിധാനം അല്ല ഈ കാപ്പ്. അപ്പോൾ ഇനി സുഗതനിലേക്ക് വരാം. അപ്പോൾ കാപ്പയുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ, അപ്പോൾ ഒരാൾ ഒരു ചെയ്യാത്ത കുറ്റത്തിൻ്റെ പുറത്താണ് പിടിച്ച് ഡിറ്റൻഷൻ കൊടുക്കണം. അപ്പോൾ അതൊരു ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡാണ് വേണ്ടത് ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ഇവൻ ഈ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള ഈ ജീവിക്കാനുള്ള, അന്തസ്സായിട്ട് ജീവിക്കാനുള്ള അവകാശത്തെ ഞാൻ ഹനിക്കണോ? അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളും പബ്ലിക് ഓർഡർ പ്രശ്നങ്ങളും ആണ്. ഇത് രണ്ടും രണ്ടാണ്. അതായത് എന്ത് കുറ്റകൃത്യമാകട്ടെ അതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. അപ്പോൾ അത് ഡീൽ ചെയ്യാൻ നമ്മുടെ ഈ ക്രിമിനൽ നിയമത്തിനകത്ത് പോലീസിന് എല്ലാ വകുപ്പുകളും ഉണ്ട്. ഏത് കുറ്റത്തിനും ഇവിടെ കൈകാര്യം ചെയ്യാനുള്ള വകുപ്പുകൾ, അധികാരവും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രിമിനൽ നിയമം കൊണ്ട് പര്യാപ്തമല്ലാത്ത സാഹചര്യങ്ങൾ വരണ സമയത്താണ് ഈ പബ്ലിക് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഇപ്പോൾ എന്താ സംഭവിക്കുക? ഒരു വർഗീയ ലഹള നടക്കും. അതായത് നിരന്തരം സമൂഹത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ, സമൂഹത്തിൻ്റെ പൊതുജീവിതത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരു വ്യക്തി ഇറങ്ങി പുറപ്പെടുന്നു. അപ്പോൾ ചിലപ്പം റെയിൽവേ ഗതാഗതം തടസ്സപ്പെടുത്തും, ട്രാൻസ്പോർട്ട് തടസ്സപ്പെടും, സ്കൂളുകൾ അടച്ചിടേണ്ടി, ആശുപത്രികൾ അടച്ചിടേണ്ടി വരും, ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ, മാർക്കറ്റുകളൊക്കെ അടച്ചു, മനുഷ്യന് ജീവനെ പേടിച്ചിട്ട് വീടിൻ്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ ഇതൊക്കെയാണ് പബ്ലിക് ഓർഡർ എന്ന് പറയാം. അപ്പോൾ ആ പബ്ലിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാപ്പ ഉണ്ടാക്കി. അതിനെ ഹനിക്കുന്നിടത്താണ് കാപ്പയുടെ ആക്ടിവേഷൻ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ വന്നിരിക്കുന്നത്, അതിന് വിരുദ്ധമായിട്ടുള്ള വകുപ്പുകളാണ് ഈ കാപ്പയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാപ്പ വായിച്ചപ്പോൾ അതൊരു ഭരണഘടനാ വിരുദ്ധമായ കാര്യം തന്നെയാണ്. കാരണം ഈ ആർട്ടിക്കിൾ 22 പറയുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. അപ്പോൾ ഇത് ആര് പോയി കോടതി പോയി ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയും? പ്രശാന്ത, ഞാനാ പോവും. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെന്തായാലും കാപ്പയിൽ പിടിച്ച് അകത്തിടില്ല. പോയിട്ട് ഒരു പെറ്റി കേസ് പോലും വളരെ സൂക്ഷിച്ചാണ് ജീവിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യരും ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതി പോവില്ല. പോണമെങ്കിൽ കാപ്പ ചുമത്താൻ ചാൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ക്രിമിനൽ ആരെങ്കിലും പോയി കാപ്പ ആർക്കാണോ ഭീഷണിയായി അവരെ പോകും. അപ്പോൾ ആരും പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് പറ്റി?
ഇവിടെ ഈ 40-45 വർഷത്തിന് ശേഷമല്ലേ ഈ LDF-ന്റെ കയ്യിൽ നിന്ന് ഈ നഗരസഭ ഭരണം പോയത്. അതെ. അപ്പോൾ ഈ കമ്മികളും കുറേ കോൺഗ്രസ് യുവന്മാർക്ക് വലിയ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും ഈ സുഗതനെ പിടിച്ച് കാപ്പ ചുമത്തി കഴിഞ്ഞാൽ അവൻ്റെ കൗൺസിലർഷിപ്പ് പോകുമ്പം നമുക്ക് LDF ചേർന്നിട്ട് കൊണ്ടുവന്ന് ഭരണം കിട്ടുമെന്നുള്ള അതിൻ്റെ ഈ സുഗതൻ്റെ പ്രശസ്തത്തിൻ്റെ ജെനസിസ് അവിടെയാണ്. അല്ല ഇവനെ പിടിച്ച് മൂല കാരണം അല്ലാതെ സുഗതനെ പിടിച്ച് അകത്തിടണമെന്നും ഉള്ളത് മാത്രമല്ല, അതിൽ കൂടി എങ്ങനെയെങ്കിലും രാഷ്ട്രീയ ലാഭം അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കാപ്പ ചുമത്തി കഴിഞ്ഞാൽ അത് നേരെ സർക്കാരിലേക്ക് ഫോർവേഡ് ചെയ്യും. സർക്കാർ അത് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ പോകുന്നത് കാപ്പ അഡ്വൈസറി ബോർഡിലേക്കാണ്. അപ്പോൾ കാപ്പ കാപ്പ പ്രിവൻറ്റീവ് ഡിറ്റൻഷൻ്റെ അത് പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ വേറെ നിയമങ്ങളായിരിക്കും. ചുമത്തുന്നതിന് മുമ്പായിട്ട് ആദ്യം ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ്, അതിനുശേഷം ഈ പുള്ളിക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാപ്പ ചുമത്തിയത് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് രേഖകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എന്നിട്ട് പുള്ളിക്ക് ഒരു റെപ്രസെൻറ്റേഷൻ സർക്കാരിൽ കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇതൊക്കെ ആർട്ടിക്കിൾ 22 പറയുന്നത്. ഇതൊക്കെ പിന്നെ ഒരു കേസുമായിട്ട് പോകുമ്പം ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇത് സാധൂകരിക്കണം. ഞാൻ ന്യായമായ ഒരു അവസ്ഥയിലാണ് ഇതിനെതിരെ കാപ്പ ചുമത്തി പറയാനുള്ള രേഖകളൊക്കെ പുള്ളിയുടെ വേണം. അപ്പോൾ പിന്നെ കാപ്പ അഡ്വൈസറി ബോർഡും കൂടി അവൻ്റെ ഇത് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അവന് നേരെ ഹൈക്കോടതിയിൽ പോകാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന കാപ്പ അഡ്വൈസറി ബോർഡിലെ മെമ്പർ എന്ന് പറയുന്നത് പി ഉബൈദാണ്, റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് പി ഉബൈദാണ്. പുള്ളി ആരെന്നറിയാം? അദ്ദേഹം ലാവലിൻ കേസിൽ പിണറായി വിജയൻ പിടിച്ചവിടെ ഇരുത്തിയത്. പിന്നെ 2 പേരും ഇവിടെ ഉണ്ട്. അത് ഹൈക്കോടതി ജഡ്ജി ആവാൻ യോഗ്യതയുള്ളവർ. വലിയ യോഗ്യതൊന്നും കരുതണ്ട, കാരണം ജുഡീഷ്യൽ സർവീസിൽ 10 വർഷം അല്ലെന്നുണ്ടെങ്കിൽ 10 വർഷം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്താലും പേരിന് ഹൈക്കോടതി ജഡ്ജി ആവാനുള്ള ക്വാളിഫിക്കേഷൻ. അപ്പോൾ 2-3 പേരെയാണ് പിണറായി വിജയൻ ഇരുത്തിയിരിക്കുന്ന കാപ്പ അഡ്വൈസറി ബോർഡിൽ. അപ്പം പിന്നെ LDF തന്നെ സുഗതനെതിരെ കാപ്പ ചുമത്തുമ്പം ആ ബോർഡ് എന്ത് പറയും? സ്വാഭാവികമായിട്ടും അനുകൂലമായിട്ടേ സംശയമില്ലല്ലോ. അപ്പോൾ ഇനിയുള്ള സുഗതൻ്റെ മുന്നിലുള്ള അടുത്ത പോകുമ്പോഴേ ഹൈക്കോടതിയാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ നമുക്ക് ഒരു പെറ്റീഷൻ ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ബെഞ്ചിൽ കൊണ്ട് ഫയൽ ചെയ്യാനൊന്നും പറ്റില്ല. അത് പറ്റില്ല. ഒരു സബ്ജക്റ്റുകൾ വെച്ച് ഡിവൈഡ് ചെയ്ത്. അതെ. അപ്പോൾ കാപ്പ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഒരു ഡിവിഷൻ ബെഞ്ചാണ്. ഡിവിഷൻ ബെഞ്ചാണ് തീർച്ചയായിട്ടും, നമ്മുടെ ഹേബിയസ് കോർപ്പസ് ഒക്കെ പോലെയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ഈ ലാസ്റ്റ് 2 കേസുകളിൽ ജാമ്യത്തിന് വേണ്ടിയിട്ടാണ് നെടുമങ്ങാട് കോടതിയിൽ വന്നത്. അപ്പോൾ നെടുമങ്ങാട് കോടതി എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നിസ്സാര കേസുകളായിരുന്നു, ജാമ്യം കൊടുത്തില്ല. ഒരുപക്ഷേ കാപ്പയൊക്കെ വന്ന് പിക്ചറിൽ വന്നുകൊണ്ടായിരിക്കും. എന്നിട്ട് അപ്പോൾ അവിടെ ഇവർ പിന്നെ ആവശ്യപ്പെട്ടത് ഇവന് സത്യപ്രതിജ്ഞ ചെയ്യണം, അതിനൊരു ജാമ്യം തരണം. അപ്പോൾ അവർ ജാമ്യം കൊടുത്തതുകൊണ്ട് മാത്രം ഇവിടെ വരാൻ പറ്റില്ല, കാരണം അകത്ത് കിടക്കയില്ല. അപ്പോൾ അതിൻ്റെ അവസാനം അവരെഴുതി ഇത് സബ്ജക്റ്റ് ഈ കാപ്പ വിഷയത്തിൽ ഹൈക്കോടതി എന്ത് തീരുമാനം എടുക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, അവർക്ക് അത്ര ചെയ്യാൻ പറ്റും. അവർക്ക് കാപ്പയെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല, അവരുടെ അധികാരപരിധി വിടുന്നതുമല്ല. അപ്പോൾ ഈ BJP-ക്കാർ എന്ത് ചെയ്യണമായിരുന്നു? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സംശയമില്ലല്ലോ, ഒരു സംശയമില്ല. അതിന് വലിയ നിയമമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, സാമാന്യ ബുദ്ധി മാത്രം മതി. ഇവർ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഈ നെടുമങ്ങാട് കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ജാമ്യം കൊടുക്കണമെന്നും പറഞ്ഞ് പോയത് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെ സിംഗിൾ ബെഞ്ചിലാണ്. അദ്ദേഹം തലകുത്ത് നിന്ന് അത് അനുവദിക്കാൻ പറ്റും? ഇല്ല, ഡിവിഷൻ ബെഞ്ചിലാണല്ലോ ഈ കേസ് പരിഗണിക്കേണ്ടത്, അവർക്കേ അധികാരമുള്ളൂ. അപ്പോൾ അദ്ദേഹം ആ കേസ് നേരെ കൈകാര്യം ചെയ്യും. അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസ് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യമാണ്. ഈ വാർഡോട്ട് ഗുണം വാർഡിലെ ജനങ്ങളാണ് തിരഞ്ഞെടുത്തത്, അവരെ മാൻഡേറ്റിനെ കോടതി അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എനി കോസ്റ്റ് പുള്ളിയെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യമുണ്ട്, പക്ഷേ അതായത് നല്ല സുഗതനെ സംബന്ധിച്ച് നല്ല വിധി അതാണ്. ഇവർക്കൊക്കെ അവനെ കൊണ്ടുവിടെ വച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണതും അപ്പം അടുത്ത വണ്ടിയിൽ തിരിച്ചു പോകണം പോലീസിൽ. അതിനേക്കാളും പുള്ളി യാത്രയും ചെയ്യാതെ അതിനകത്ത് ഒത്തിരി ചെയ്തില്ല, സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു ഈ മാധ്യമങ്ങൾക്ക് അവിടെ പ്രവേശനം കൊടുക്കും. ഞാൻ അത് കണ്ടോണ്ടിരിക്കുകയാണ്, ഞാൻ പറഞ്ഞില്ല, നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് പറയാൻ. അപ്പോൾ ഇവര് ഇതുവരെ അത് കഴിഞ്ഞിട്ട് പോലും ഇതുവരെ ഈ അഡ്വൈസറി ബോർഡിൻ്റെ തീരുമാനത്തിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇതുവരെയും ഹൈക്കോടതിയെ സമീപിച്ചിട്ടില്ല. ഈ 6 മാസത്തേക്കല്ലേ ഉള്ളൂ. ഈ എഴുച്ചഴിച്ചഴിച്ച് പോകുമ്പോൾ ചിലപ്പോൾ സുഗതൻ അവസാനം 6 മാസം അവിടെ കിടക്കേണ്ടി വരും. ഈ BJP ഈ രീതിക്കൊക്കെയാണ് കേസുകൾ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ BJP-യുടെ ഈ ഒരു സെല്ലുണ്ട്, ഐ നോട്ട് അറ്റ് ആൾ സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. എനിക്ക് അവരുമായിട്ട് ബന്ധപ്പെടേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു എക്സാമ്പിളാണ് സുഗതൻ്റെ
ഓ ഓ ഓ അതായത് സാർ ഈ വാസ്തവത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് ഈ കാപ്പ സുഗതനെതിരെ ചുമത്തിയത് നിലനിൽക്കുന്നതല്ല എന്ന് കൃത്യമായിട്ട് നിയമസഹായത്തോടു കൂടി തന്നെ ബോധ്യപ്പെടുത്താൻ കഴിയും. ഒരു സംശയം. കാരണം എന്താണ്? എല്ലാ രാഷ്ട്രീയ സംഘർഷങ്ങളാണ്. അത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എന്താ? വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഒരാളിനെതിരെ ക്രിമിനൽ കേസുകൾ പെൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വിത്ത് ഡ്യൂബിയസ് ഇൻറ്റൻഷൻ, ഒരു ഗൂഢാലോചനയുടെ അവനെ പിടിച്ചകത്തിട്ടുള്ള അതൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് DM നടത്തണമെന്നും പറയും. പോലീസുകാർ പല റിപ്പോർട്ടും കൊടുക്കുന്നേ. IAS ഒക്കെ വാങ്ങിച്ചവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ്. അപ്പോൾ ഈ റെയറസ്റ്റ് ഓഫ് റെയർ കേസ്, അപ്പോൾ ഇവിടെ കോടതിയിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ടത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ആൻഡ് പബ്ലിക് ഓർഡർ ഇഷ്യൂസ്. ഇത് സുഗതനെതിരെ പുള്ളി ഈ പബ്ലിക് ഓർഡറിന് ഭീഷണിയാവുന്ന ഒരു കാര്യവും ഇതുവരെയും വെളിച്ചത്ത് വന്നിട്ടില്ല. മോർ ഓവർ ഈ വാഴോട്ട് കോണത്തെ ജനങ്ങളുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് പുള്ളി ഒരു പബ്ലിക് ന്യൂസൻസ് അല്ലെന്നാണ്. അതെ അതെ. അപ്പോൾ ഇത് ഹൈക്കോടതി സ്ഥാപിക്കാൻ പറ്റും, എളുപ്പത്തിൽ സ്ഥാപിക്കാൻ പറ്റും. കാരണം ആർട്ടിക്കിൾ 22 ഞാൻ നേരത്തെ പറഞ്ഞ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ ഇത് സുപ്രീം കോടതിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിധി ഞങ്ങൾ അനവധി എടുത്ത് പറയാൻ പറ്റും. ആ നിമിഷം സുഗതനെ റിലീസ് ചെയ്യാൻ പറയും, എന്നിട്ട് കാപ്പ റദ്ദാക്കിയേ പറ്റും. അദ്ദേഹത്തിൻ്റെ അത്യാവശ്യമാണ്. കാരണം കാപ്പ ഒരിക്കൽ ചാർത്തി കഴിഞ്ഞാൽ പിന്നെ 1-2 മൈന കുറ്റം വന്നാൽ ചാർത്താണെന്ന് ഈ കാപ്പ നിയമത്തിൽ എഴുതി വെച്ചിരിക്കും. അപ്പോൾ അത്രയും വൃത്തിയായിട്ടൊരു ആവശ്യമാണ്. ഇൻറ്റൻഷൻ നല്ലതാണ്. അതിനെടുത്ത് ഇങ്ങനെ ദുരുപയോഗം ചെയ്യും. സൊസൈറ്റിക്ക് ദോഷമായിട്ട് ഒരു മാറിക്കഴിഞ്ഞാൽ അവനെതിരെ ചുമത്താം. ഇന്നാൾ ഒരുത്തനെ ഇപ്പം മൂന്നാമത്തെ ചെന്താമരക്കെതിരെ കാപ്പ ചുമത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ചെന്താമര ഏത് ഡിസ്ട്രിക്റ്റിലുണ്ടോ ആൾക്കാർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ആരെയാണ് എപ്പോഴാണ് കൊല്ലാൻ പോകുന്നത് ആർക്കും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും കാപ്പ ചുമത്താം. അല്ലാതെ ഈ പബ്ലിക് ഓർഡറിനെ ബാധിക്കാത്ത തെറ്റുകൾ ചെയ്യാത്ത ഒരു വ്യക്തിക്കെതിരെയും വൈരാഗ്യത്തിന്റെ പേര് കാപ്പയെന്ന് പറഞ്ഞില്ല, കാപ്പ ചുമത്താൻ കാപ്പയിൽ എഴുതി വെച്ചേക്കുന്നത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ പാടില്ല. അതാണ് ഭരണഘടന പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ അസംബ്ലിയിൽ MLA കുത്തി പിടിച്ചല്ലേ കാപ്പ അത് ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ അത് ആർട്ടിക്കിൾ 22 അനുസരണമാണോ എന്ന് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലൊക്കെ ചലഞ്ച് ചെയ്യാം. പക്ഷേ ഒരു ഗുണ്ടകളും പോയി ചലഞ്ച് ചെയ്യില്ല. അമരായിരിക്കും ഈ ലക്ഷങ്ങൾ മുടക്കണേനും പോലെ നമുക്ക് മാക്സിമം 6 മാസമല്ലേ അവിടെ കിടന്നവരാന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് സത്യം പറയുക കാപ്പ നിയമം ഇപ്പോഴും അതേ രൂപത്തിൽ നിലനിൽക്കുന്നത്. അത് ഹൈക്കോടതി എത്രയും പെട്ടെന്ന് ചെയ്ത് പിന്നെ സുഗതന് വലിയ നഷ്ടമൊന്നുമില്ലെന്നേ. കോടികൾ മുടക്കിയാൽ കിട്ടാത്ത സൗഭാഗ്യമല്ലേ ഇപ്പം. വലിയ പബ്ലിസിറ്റി. ഇനി മിക്കവാറും എൻ്റെ സംശയം നല്ല ഫിഗർ അല്ലേ, മിക്കവാറും വെളിയിറക്കാൻ നല്ലൊരു സിനിമ നടനാണുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. അല്ല അപ്പോൾ സാർ, പക്ഷേ BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടത് ഇതാണ്. BJP അത് അവർ ചെയ്യുന്നതിൽ എന്തോ ഒരു അമാന്തം വരുന്നതായിട്ട് എനിക്കും തോന്നുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നമുക്കിപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് വെളിയിൽ നിന്ന് കണ്ടിട്ട് ഓരോ ജഡ്ജ് ചെയ്യാന്നല്ലേ ഉള്ളൂ ഇവരെ പ്രവർത്തനം. അല്ല അവിടെ പോയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ പറയാൻ നമ്മൾ പറഞ്ഞ സാർ ഒരു ചോദ്യം കൂടി. ഈ ഇപ്പോൾ സുഗതൻ 3 കൗൺസിലിൽ പങ്കെടുക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കൗൺസിലർ എന്നുള്ള പദവി നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. അതിലെന്തെങ്കിലും അത് എല്ലാ മാധ്യമങ്ങളും അതിലും ഒരു കാര്യമില്ല. കാര്യം വളരെ രസകരമായ കാര്യമാണ്. ഈ CPM അല്ലേ ഹൈക്കോടതി പോയത്, ഇവരെ നേരെ ചൊവ്വേ ഈ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് പറഞ്ഞത് ഇവരെ ഡിസ്ക്വാളിഫൈ ചെയ്യണം. അതെ അതെ അതെ. പക്ഷെ ഹൈക്കോടതി പറഞ്ഞില്ല, ആവശ്യമൊന്നുമില്ല. അപ്പോൾ സത്യപ്രതിജ്ഞ വാലിഡ് അല്ലാതെ സത്യപ്രതിജ്ഞ ചെയ്താൽ എല്ലാം പോയി എന്നാണ്. പക്ഷേ ഈ ഇത്രയും വലിയൊരു കോർപ്പറേഷൻ്റെ ഭരണം ആവുകൊണ്ട് അവർ ചെയ്ത എല്ലാം തെറ്റായിട്ട് എടുക്കറിയാൻ ഒരു കോടതി ഒരിക്കലും സമ്മതിക്കില്ല. അല്ല, അത് കോടതിയുടെ വിധിയിലുണ്ട്. അപ്പോൾ അത് പോയി. ഇനിയിപ്പോൾ വന്നിട്ട് അഴിച്ചാൻ കുഴിച്ചാൻ ഈ കേരള ഭാഷയാണ്, തിരുവിതാംകൂർ ഭാഷയാണ് ഫ്രം ദ അമേരിക്കൻ ഷോ ഒന്നേന്ന് എണ്ണിയാലേ പറ്റൂ. അത് രാജേഷ് ഒന്നും ചെയ്യുന്നില്ല. രാജേഷ് ഈ കൗൺസിലാണല്ലോ ഇവനെ അയോഗ്യനായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം രാജേഷ് കൈ കെട്ടി അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ CPM-മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഹൈക്കോടതി പോകാനല്ലേ പറ്റൂ. അത്രേ പറ്റുള്ളൂ. അപ്പോൾ ഹൈക്കോടതി ചോദിക്കില്ലേ, നിങ്ങൾ ഇതെല്ലാം അസാധുവാക്കണമെന്ന് ഡിസ്ക്വാളിഫൈ ആണെന്ന് പറഞ്ഞ് വന്നേയില്ലേ ഇവൻ പണ്ട് ചെയ്തതൊക്കെ. അപ്പോൾ അവൻ അന്ന് വന്ന കൗൺസിൽ മീറ്റിങ്ങിന് പങ്കെടുത്തതിന് നിങ്ങൾ കൗണ്ട് ചെയ്യണമല്ലേ? അതായത് ഈ ഞാൻ എൻ്റെ നെഞ്ചത്തൊരു കത്തി കൊണ്ട് കുത്തി എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ അത് ഒന്നേന്ന് തുടങ്ങിയേ പറ്റൂ. രണ്ടാമത് ഈ മുനിസിപ്പൽ ആക്ടിൻ്റെ സെക്ഷൻ 91 പ്രകാരം ഇത് അവൻ വളണ്ടിയറായിട്ട് ആബ്സെൻറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ. അങ്ങനൊരു വിഷയമുണ്ട്. ശരിയാണ്.
ഇവിടെ വരുന്നത് എന്താണ്? മനഃപൂർവ്വം ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നു. കാപ്പ നിയമം ഉണ്ടാക്കിയാരാണ്? സർക്കാരാണ്. മുനിസിപ്പൽ ആക്ട് ഉണ്ടാക്കിയാരാണ്? അതും സർക്കാരാണ്. അപ്പോൾ മുനിസിപ്പൽ ആക്ട് പ്രകാരം ഇവൻ അയോഗ്യൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കുറ്റം ചെയ്യാതെ ശിക്ഷയുടെ ഭാഗമല്ലാതെ പ്രിവെൻഷന്റെ ഭാഗമായിട്ട് അതേ സർക്കാരിനെ ഇവനെ പിടിച്ചിട്ട് അകത്തിട്ടിരിക്കണോ? അപ്പോൾ ഇതിൽ ഏതാണ് ശരി? മുനിസിപ്പൽ ആക്ട് ആണോ ശരി, കാപ്പയാണോ ശരി? അതൊക്കെ വലിയ വലിയ ലീഗൽ ക്വസ്റ്റ്യൻസ് വരുന്ന കോടതിയിൽ വലിയ തർക്കത്തിന് കാരണം. ഒരു തർക്കമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഗൽ മാക്സിമം ഉണ്ട്, അത് ഞാൻ മറന്നുപോയി. ഒരു കോടതിക്ക് പോലും ഒരു വ്യക്തിയെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യം ചെയ്യാൻ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കോടതിക്ക് എനിക്കെതിരെ വിധിക്കാൻ പറ്റും, നീ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ പോയി മുങ്ങി കിടക്കണോ? പറ്റില്ല. സാധ്യമായ കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ സ്റ്റേറ്റ് തന്നെ, അതായത് ഗവൺമെൻറ് തന്നെ ഒരു നിയമത്തിൻ്റെ അടിയിൽ ഒരുത്തിനെ പിടിച്ചിട്ട് അകത്തിട്ടിട്ട് നീ അവിടെ പോയി അത് ചെയ്തില്ലാത്തതുകൊണ്ട് പിരിച്ചു വിടുന്നു പറയാൻ പറ്റും. അതുകൊണ്ട് സുഗതൻ്റെ കൗൺസിലർഷിപ്പിന് ഒന്നും പറ്റാൻ പോകുന്നില്ല. ഒരുപക്ഷെ വെളിയിറങ്ങി സിനിമ നടനൊക്കെ ആകുമ്പോൾ ഇത് രാജിവെച്ചു. അതുകൊണ്ട് ഇത്രയും ഫേമസ് ആയി പുള്ളി. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഫേമസ് ആയി. അല്ലല്ല, തീർച്ചയായിട്ടും സുഗതനെ കുറിച്ച് നാഷണൽ മീഡിയയിൽ വരെ വാർത്തകൾ. ഇതാണ് നമ്മൾ ഈ ബീർബലിൽ പണ്ട് അക്ബറിൻ്റെ പറഞ്ഞ് ഈ സമയവും കടന്നു പോകും. ഈ 6 മാസമൊക്കെ ടക്ക് എന്ന് പറഞ്ഞ് പോകും. അപ്പോൾ എന്തായാലും കേരളത്തിൽ ഒരു പ്രോമിനന്റ് ഫിഗർ ആയിട്ട് ഒരു പൊളിറ്റിക്കൽ ഫിഗറായി മാറി. 6 മാസം അകത്ത് കടന്നിട്ട് കുഴപ്പമില്ലെന്ന് ഇപ്പോൾ ഫേമസ് ആയില്ലേ, ഒരുപാട് പേര് അറിയില്ല. പക്ഷേ സാർ, അവിടെ ഒരു ചോദ്യം, അതും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ BJP ഈ കാര്യത്തിൽ ഇതൊരു അനീതിയാണ്. ഈ അനീതിയെ ചോദ്യം ചെയ്യാൻ BJP തയ്യാറാകുന്നില്ല. ഞാൻ മനസ്സിലാലോചിച്ചാണ് BJP തന്നെ ഈ കാപ്പ നിയമത്തിനെതിരെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം അയൽക്കാർ തമ്മിലുള്ള കേസിൽ പോയി ഇടപെട്ടാലും കാപ്പ ചുമത്താനുള്ള കാരണമൊക്കെ ആയിട്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്നും ആര് വായിക്കുന്നു? ഇവിടെ ആരും വായിക്കാറില്ല. അതുകൊണ്ട് ഇതിനൊരു പ്രതികാരമായിട്ട് BJP ഈ കാപ്പ തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഹൈക്കോടതി എന്നാണ് നിയമം എടുത്ത് കളയണം. പബ്ലിക് ഓർഡർ ഇഷ്യൂ വരുന്ന കേസുകളിൽ മാത്രമേ കാപ്പ ചുമത്താൻ പാടുള്ളൂ എന്നും പറയുന്നത്. കാര്യം വളരെ ലളിതമാണ്. BJPയുടെ വക്കീൽ, സുഗതൻ്റെ വക്കീൽ ഹൈക്കോടതിയിൽ വളരെ കൃത്യമായിട്ട് ഈ പോയിന്റുകൾ ഉദ്ധരിച്ചുകൊണ്ട് വാദിച്ചാൽ തീർച്ചയായിട്ടും സുഗതനെ കാപ്പ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ഈ അനീതി വളരെ കൃത്യമായി ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. അതുമാത്രമല്ല, BJP മനസ്സ് വെച്ചാൽ ഇങ്ങനൊരു കിരാത നിയമം, ഒരു തികച്ചും മനുഷ്യത്വ വിരുദ്ധമായ ഒരു നിയമം, അത് നമ്മുടെ നാട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് പറിച്ചെറിയാനും കഴിയും. നന്ദി, നമസ്കാരം.